ആലപ്പുഴയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഇനി CPM എന്ന പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് ബിപിൻ സി ബാബു. ആയിരക്കണക്കിന് ആളുകൾ CPM വിട്ട് ഉടൻ BJP-യിലേക്ക് എത്തുമെന്നും ബിപിൻ സി ബാബു ജനം ടിവിയോട് പറഞ്ഞു. ലോക്കൽ ഏരിയ സമ്മേളനം കഴിയുമ്പോൾ ഇത് മനസ്സിലാകുമെന്നും BJP അംഗത്വം സ്വീകരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. ബിപിൻ സി ബാബുവിനൊപ്പം എസ് ശാലിനി ചേരുന്നു. കേരളത്തിലെ 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ കേരളത്തിൽ ചടുലമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ CPM-ന്റെ ഒരു മുതിർന്ന നേതാവ്, CPM-ന്റെ ഭാഗമായി ഏറെ നാളുകളായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ഇന്ന് BJP-യുടെ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അദ്ദേഹത്തെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു. CPM-ന്റെ മുതിർന്ന അംഗം കൂടിയായ ആലപ്പുഴയിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ബിപിൻ സി ബാബുവാണ് ആ വ്യക്തി. അദ്ദേഹം ഇപ്പോൾ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം എന്തുകൊണ്ട് പാർട്ടി വിട്ടു, എന്താണ് അദ്ദേഹം BJP-യിലേക്ക് എത്താനുള്ള ഘടകം? ആദ്യം തന്നെ BJP-യിലേക്ക് എത്തിയതിലുള്ള ആശംസ. എന്തുകൊണ്ടാണ് BJP-യിലേക്ക് വരാനും ഒപ്പം CPM വിടാനും ഉണ്ടായ കാരണം? നമ്മുടെ രാജ്യത്ത് മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ സാധാരണക്കാരന് ഗുണകരമാകുന്ന പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വികസനം, ഏറ്റവും പ്രധാനപ്പെട്ട 2 വികസനം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഒന്ന് നമ്മുടെ ഹൈവേയുടെ വികസനം, 2 റെയിൽവേയിലുണ്ടായ വികസനം. അത് മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതി. നമ്മുടെ ഈ രാജ്യത്ത് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ ആകർഷണമായിട്ടാണ് ഞാൻ BJP-യിലേക്ക് അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത്. താങ്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. സുധാകരൻ അടക്കമുള്ളവർ അവിടെ അനുഭവിക്കുന്ന പാടുകൾ, ഒപ്പം താങ്കൾക്കൊപ്പം ആയിരക്കണക്കിന് CPM നേതാക്കന്മാർ BJP-യിലേക്ക് വരുമെന്ന് പറയുന്നു. എന്താണ് ഇപ്പോൾ ആലപ്പുഴയിലെ CPM-ന്റെ അവസ്ഥ? സാധനം ആലപ്പുഴയിലെ മാത്രം CPM-ന്റെ അവസ്ഥയല്ല, CPM-ന്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. മതനിരപേക്ഷ സ്വഭാവം CPM-ന്റെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. CPM-നുള്ള വിശ്വാസം ജനങ്ങൾക്ക് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് സ്വാഭാവികമായി ജനങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ പ്രവർത്തകർക്ക് നഷ്ടപ്പെടും. അവർ അത് സ്വാഭാവികമായി ഇതിലേക്ക് വന്നു ചേരും. എന്നുവെച്ചാൽ വേറെ ഈ രാജ്യത്തിന് അനുകൂലമായ നയങ്ങൾ സ്വീകരിക്കുന്ന BJP-യാണ്. അതുകൊണ്ടാണ് CPM എന്നുള്ളവർ ഇപ്പോൾ BJP-യിലേക്ക് ചേരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണല്ലേ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടായത്? BJP ആലപ്പുഴ ജില്ലയിൽ 2ാം സ്ഥാനത്തേക്ക് എവിടെ എത്തി? BJP എത്തി. എവിടെ CPM എത്തി? 3ാം സ്ഥാനത്തേക്ക് എത്തി. അന്നേരം CPM നിന്നുള്ളവരാണ് ബോധ്യപ്പെടുന്നത് ആ പാർട്ടിക്കകത്ത് ഇനി പ്രതീക്ഷ ജനങ്ങൾക്കില്ല. അന്നേരം സ്വാഭാവികമായി അവരെവിടേക്ക് എത്തും? BJP-യിലേക്ക് എത്തും. രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. നല്ല രൂപത്തിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. സ്വാഭാവികമായി അന്നേരം എല്ലാവരും BJP-യിലേക്ക് എത്തും. കൂടുതൽ പേരെത്തും. ഒരുപക്ഷെ ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കുകയാണ് CPM-ന്റെ. അത് കഴിയുമ്പോഴത്തേക്ക് കാര്യമായിട്ടൊരു പൊട്ടിത്തെറി CPM-ൽ ഉണ്ടാകുമോ? ആലപ്പുഴയിൽ മാത്രമല്ല, മൊത്തത്തിൽ CPM ഇപ്പോൾ സമ്മേളനം നടക്കുന്ന ഭാഗമായി എല്ലായിടവും പൊട്ടിത്തെറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കയ്യാങ്കളി കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം കണ്ടു. കയ്യാങ്കളി അതിപ്പോൾ പുറത്ത് വന്നതുകൊണ്ടാണ്. പല ലോക്കൽ സമ്മേളനങ്ങളിലും നടന്ന കയ്യാങ്കളി പുറത്ത് വരാത്തത് കൊണ്ടാണ്. ബഹിഷ്കരണം നടന്ന എത്രയോ ലോക്കൽ സമ്മേളനങ്ങളുണ്ട്. പങ്കെടുത്ത പ്രതിനിധികളിൽ 80% പേര് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പല സമ്മേളനം, എൻ്റെ നാട്ടിൽ തന്നെ 3 സമ്മേളനങ്ങളിൽ നിന്നും പകുതിയിലധികം പേർ ഇറങ്ങിപ്പോയി. ഇതൊന്നും പുറത്തു വരാത്തതുകൊണ്ടാണ്. അതാണ് CPM-ന്റെ അവസ്ഥ. പരിതാപകരമാണ് CPM-ന്റെ അവസ്ഥ. താങ്കൾക്കൊപ്പം, താങ്കളുടെ വിശ്വസിക്കുന്ന, താങ്കൾക്കൊപ്പം നിന്ന കൂടുതൽ പേര് BJP-യിലേക്ക് ഉടനുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും ഉണ്ടാവും. വലിയൊരു മാറ്റത്തിന്റെ ഭാഗമാകുന്നല്ലേ? അതെ അതെ അതെ, സന്തോഷം. പക്ഷേ ഞാൻ മുമ്പ് കണ്ടതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം കത്ത് കൊടുത്തിട്ട് താങ്കൾക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ടൊക്കെയാണോ ഒരുപക്ഷെ BJP-യിലേക്ക് എത്തിയത്? അല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഞാൻ 3 കത്ത് കൊടുത്തിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആലപ്പുഴയിൽ വന്ന് ചർച്ച ചെയ്യുകയും ചെയ്തേ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആലപ്പുഴയിലെ CPM ഒന്നും സംസ്ഥാനം പറ്റി പറഞ്ഞാൽ കേൾക്കുന്ന CPM ഒന്നുമല്ല. ഒരു കോക്കസിന്റെ കയ്യിലേക്ക് മാറുന്നു. അവിടെ ജില്ലാ സെക്രട്ടറിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആലപ്പുഴ ജില്ലയിൽ. ഒരു കോക്കസാണ് അവിടെ ഭരിക്കുന്നത്. അന്നേരം ആ കോക്കസ് വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അതൊരു വർഗീയപരമായ ഒരു കോക്കസാണ്, വർഗീയപരമായ ഒരു കോക്കസാണ്. ആ കോക്കസിന്റെ കയ്യിലേക്കാണ് ഇന്ന് ആലപ്പുഴയിലെ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. അത് പരിഹരിക്കത്തില്ല. കുടുംബപരമായിട്ട് വർഷങ്ങളായി പാർട്ടിക്കൊപ്പം നിന്നൊരു വ്യക്തിയാണ് അമ്മ, അല്ലെങ്കിൽ വർഷങ്ങളായി SFI-യിലൂടെ വന്ന് ഇപ്പം ഇന്ന് ചുമതലയിൽ നിൽക്കുന്നു. അപ്പൊ ഇത്രയും നാള് അടക്കി വെച്ച് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയതാണോ ഈ പാർട്ടി വിടാനുള്ള സാഹചര്യം? അങ്ങനെയല്ല. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഞാൻ എന്തുകൊണ്ട് BJP-യിലേക്ക് വന്നു എന്നുള്ള ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ഇപ്പം അമ്മ ഇപ്പോഴും CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അമ്മ ദീർഘകാലം, കഴിഞ്ഞ 30 വർഷക്കാലം അമ്മ ജനപ്രതിനിധിയായിരുന്നു. അമ്മയും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അമ്മ 10 വർഷത്തിലധികം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അങ്ങനെ ഞാനിപ്പം 10 വർഷമായിട്ട് ജനപ്രതിനിധി. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു 2015-18 വർഷം. ഇപ്പം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. ഇപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അന്നേരം ഞങ്ങളെല്ലാം ജനപ്രതിനിധികളായിട്ടുള്ളവരാണ്. ദീർഘകാലം പൊതുപ്രവർത്തന രംഗത്ത് നിന്നിട്ടുള്ളവരാണ്.
നമുക്ക് ഒരു പാർട്ടിയുടെ നയം തെറ്റായി പോകുന്നു, പാർട്ടി തെറ്റായി പോകുന്നു നമ്മൾ തിരുത്തുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് തിരുത്താൻ പറ്റുന്നില്ല, നമ്മൾ പറഞ്ഞിട്ട് പാർട്ടിക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ തിരുത്തി പോവുക എന്നുള്ളതല്ലേ ഉള്ളൂ. അതിലേ പറ്റത്തുള്ളൂ, നമുക്ക് പാർട്ടിയെ തിരുത്താൻ പറ്റില്ലല്ലോ. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയും സംസ്ഥാന അധ്യക്ഷയെ സൂചിപ്പിച്ചൊരു കാര്യം കൂടിയുണ്ട്. ചില മാലിന്യങ്ങൾ പോകുമ്പോൾ ചില ശുദ്ധജലം പാർട്ടിയിലേക്ക് ഒഴുകിയെത്തും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ, കൂടുതൽ പ്രവർത്തകർ ഇനി BJP-യുടെ ഭാഗമാകും. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും ചർച്ചകളും ഒക്കെ പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കുകയുമാണ്. ക്യാമറാമാൻ അനൂജ് അനാവൂരിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.